രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിക്ക് 2023-24 സാമ്പത്തിക വർഷം ലഭിച്ച സംഭാവനയിൽ മൂന്നിരട്ടിയിലേറെ വർധനവ്. വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, വ്യക്തികൾ തുടങ്ങിയവരിൽ നിന്നും സംഭാവനയായി ബി.ജെ.പിക്ക് 2244 കോടി രൂപ ലഭിച്ചപ്പോൾ ഭാരത് രാഷ്ട്രസമിതി 495.5 കോടിയും കോൺഗ്രസിന് 288.9 കോടിയും സംഭാവനയായി ലഭിച്ചു. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത് ബി.ജെ.പിക്കാണ്. 2244 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബി.ജെ.പിക്ക് വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, വ്യക്തികൾ തുടങ്ങിയവരിൽ നിന്നും സംഭാവനയായി ലഭിച്ചത്. മുൻ സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചതിന്റെ മൂന്നിരട്ടിയിലേറെ തുകയാണ് കഴിഞ്ഞ വർഷം രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിക്ക് സംഭാവനയായി ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവന സംബന്ധിച്ച കണക്കുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം 2023-24 സാമ്പത്തിക വർഷം കോൺഗ്രസിന് സംഭാവനയായി ലഭിച്ചത് 288.9 കോടി രൂപയാണ്. 2022-23 79.9 കോടി രൂപയായിരുന്നു കോൺഗ്രസിന് ലഭിച്ച സംഭാവന. ബി.ജെ.പിക്ക് ലഭിച്ച തുകയിൽ 723.6 കോടി രൂപ പ്രുഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് എന്ന തെരഞ്ഞെടുപ്പ് ട്രസ്റ്റിൽ നിന്നുള്ളതാണ്. കോൺഗ്രസിന് ഈ ട്രസ്റ്റ് നൽകിയത് 156.4 കോടി രൂപയും. മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്ര ലിമിറ്റഡ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർസെലർ മിത്തൽ ഗ്രൂപ്പ്, ഭാരതി എയർടെൽ എന്നീ കമ്പനികളാണ് പ്രുഡന്റ് ട്രസ്റ്റിലേക്ക് തുകകൾ കൈമാറിയവരിൽ പ്രധാനികൾ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ.ഡി, CBI ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷനിൽ നിന്ന് ബി.ജെ.പി 3 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ലോട്ടറി രാജാവായ സാന്റിയാഗോയുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തൃണമൂൽ കോൺഗ്രസ് ആണ്. ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റ് കണക്കിനൊപ്പം പുറത്തുവിട്ടാൽ മതിയെന്നാണ് ചട്ടം. ചില പ്രാദേശിക പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സ്വമേധയാ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഭാരത് രാഷ്ട്രസമിതി 495.5 കോടി, DMK 60 കോടി, YSR കോൺഗ്രസ് 121.5 കോടിയും ജാർഖണ്ഡ് മുക്തി മോർച്ച 11.5 കോടി എന്നിങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി കൈപ്പറ്റി. സംഭാവന കുറഞ്ഞത് ആം ആദ്മി പാർട്ടിക്കാണ്. 2022-23 31.1 കോടി രൂപ കൈപ്പറ്റിയ സ്ഥാനത്ത് ഇത്തവണ 11.1 കോടി രൂപ മാത്രം. 2023-24 CPIM-ന് 7.6 കോടി രൂപ സംഭാവന കിട്ടി. മുൻ സാമ്പത്തിക വർഷം ഇത് 6.1 കോടി രൂപയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.